ഹായ് പ്രിയപ്പെട്ട എല്ലാ സ്നേഹിതർക്കും LifeTones ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ അപ്പോൾ ഈ മാസം മുഴുവൻ തുടർച്ചയായിട്ട് കുക്കിംഗ് വീഡിയോകൾ ഇടുന്നുണ്ട്. അപ്പോൾ കുക്കിംഗ് വീഡിയോയിൽ മീറ്റിൻ്റെ വിവിധ ഡിഷുകൾ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ചാനലിൽ എല്ലാ ഇഷ്ടക്കാരും ഉണ്ടല്ലോ, വെജിറ്റേറിയൻ ഡിഷും ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്കായിട്ട് ഇന്ന് നമ്മൾ ഒരു വെജിറ്റേറിയൻ ഡിഷുമായിട്ടാണ് വരുന്നത്. ഒരു ചെറിയ ഡിഷാണ്, എല്ലാവർക്കും ഇഷ്ടമാകുന്നതാണ്. വളരെ എളുപ്പം നിങ്ങൾക്ക് വീട്ടിൽ സെറ്റ് ചെയ്ത് നോക്കാം, തയ്യാറായിട്ട് നോക്കാം. അപ്പം വെളുത്തുള്ളി അച്ചാറാണ്, ഗാർലിക് പിക്കിൾ. അതിൻ്റെ ഒരു 250 ഗ്രാം എടുത്ത ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാം. പുതിയ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അവർക്കൊക്കെ ഒരു ഹായ് ഉണ്ട്. ഒത്തിരി പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വെളുത്തുള്ളി അച്ചാറിൻ്റെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. നമുക്ക് നമ്മുടെ വെളുത്തുള്ളി അച്ചാറിന് ആവശ്യമായിട്ടുള്ള ചേരുവകളൊക്കെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. ഏതളവിൽ എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഉണക്കമുളകാണ്, വറ്റൽമുളക്. നല്ല ഉണങ്ങിയ എരിവുള്ള വറ്റൽമുളകാണിത്. ഇതിൻ്റെ ഞെടുപ്പൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് എടുക്കാം. ഒരു 13 വറ്റൽമുളകുണ്ട്. നല്ല എരിവുള്ളത് കൊണ്ടും നമ്മുടെ വെളുത്തുള്ളി അച്ചാറിന് നല്ല എരിവ് വേണ്ടതുകൊണ്ടും നമ്മൾ ഉണക്കമുളകാണ് എടുക്കുന്നത്. പൊടിയൊന്നും എടുക്കുന്നില്ല. നമ്മളിവിടെ എല്ലാം അതിൻ്റെ കൃത്യ അളവിന് എടുത്ത് വറുത്ത് അരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഉണക്കമുളകാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് അതിന് ചേർക്കേണ്ട നല്ല സ്മെല്ലൊക്കെ ഒന്ന് ഉണ്ടാകാൻ വേണ്ടി 2 ഏലക്ക, വലിപ്പമുള്ള 2 ഏലക്ക എടുത്തിട്ടുണ്ട്. 2 ഗ്രാമ്പു വേണം, നല്ല സ്മെല്ലും രുചിയൊക്കെ കൂടാൻ വേണ്ടി. ജാതിപത്രി, ജാതിക്കയുടെ ഉള്ളിലുള്ളതാണ്. അതിൻ്റെ കായൽ പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു സംഗതിക്ക് പറയുന്ന പേരാണ് ജാതിപത്രി. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. നല്ല സുഗന്ധം കിട്ടാനും വയറിന് സുഖത്തിനുമാണ് നമ്മൾ ജാതിപത്രി ഇതിനകത്ത് ചേർക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ജീരകമാണ്, ചെറിയ ജീരകം. അതൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് ആവശ്യമാണ്. ഇത്രയും സംഗതികളെല്ലാം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട മറ്റൊരു ചേരുവയാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഉലുവ, നല്ല ഉണങ്ങിയ ഉലുവയാണ്. ഇതൊരു 2 സ്പൂണ് എടുത്താൽ മതി. അപ്പോൾ ഇത്രയും സംഗതികൾ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് അരച്ചെടുക്കണം. അപ്പം നമ്മൾ ചീനച്ചട്ടി ചൂടാക്കുക. ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഈ അച്ചാറിന്, വെളുത്തുള്ളി അച്ചാറിനും എല്ലാ അച്ചാറുകൾക്കും വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കാം. നല്ലെണ്ണ, 2 എണ്ണകൾ ഏത് എടുത്താലും അത് അച്ചാർ കൂടുതൽ ദിവസം ഇരിക്കാൻ സഹായിക്കുന്ന എണ്ണകളാണ്. മറ്റ് എണ്ണകൾ എടുക്കാതിരിക്കണം നല്ലത്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്, കലർപ്പൊന്നും ഇല്ലാത്തതാണ്. ആദ്യം എടുത്തിരിക്കുന്നത് നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ട്, ജീരകം ഇട്ടിട്ടുണ്ട്, നമ്മുടെ വറ്റൽമുളക് ഞെടുപ്പൊക്കെ കളഞ്ഞത്, ഏലക്ക, ഗ്രാമ്പു, അങ്ങനെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇട്ടിട്ടുണ്ട്. ചെറിയ തീ കൊടുത്താൽ മതി, ഒത്തിരി കൂടുതൽ തീ കൊടുക്കരുത്. കൂടുതൽ തീ കൊടുത്തു കഴിഞ്ഞാൽ വേഗം കരിഞ്ഞു പോകും. നമുക്ക് നല്ല ബ്രൗൺ നിറത്തിൽ ഇത് വറുത്തെടുക്കണം. പാകമായിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. നന്നായിട്ട് ചൂടോടുകൂടി തന്നെ അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളി അച്ചാറിന് ആവശ്യമായിട്ടുള്ള എരിവ് നമ്മൾ അവിടെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
നല്ല സ്പൈസിയാണിത്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്, ഒരു ചെറിയ പീസാണ്. അപ്പോൾ ആ വെളുത്തുള്ളിയുടെ അതേ വലിപ്പത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം, തീരെ ചെറുതാക്കണ്ട, ഈ വലിപ്പത്തിലെടുത്താൽ മതി, ഇതാണ് നല്ലത്. മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണ് എടുത്താൽ മതി, ഒത്തിരി മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. ഉപ്പ് ആവശ്യത്തിന് എടുക്കാം, ചെറിയ പൊടിയുപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കരിവേപ്പില ആവശ്യത്തിന് എടുക്കാം, ഒരു 3 വലിയ തണ്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില. വെളുത്തുള്ളി അച്ചാറിന് ചേർക്കേണ്ട ശർക്കര കലക്കിയതാണ്, അത് കരിപ്പെട്ടി കലക്കിയെടുക്കാം, പഞ്ചസാര എടുക്കാം. അപ്പം നമ്മളിവിടെ ശർക്കര കലക്കിയതാണ്, ചൂടുവെള്ളത്തിലാണ് കലക്കിയെടുത്തിരിക്കുന്നത്, പച്ചവെള്ളത്തിലെടുക്കരുത്. ചൂടുവെള്ളം തിളപ്പിച്ച് അതിൽ നമ്മൾ അലിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാക്കുക, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. പൊട്ടി വരുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ അതിലേക്ക് പടിപടിയായിട്ട് ഇട്ട് കൊടുക്കാം. മുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം, കരിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ ഇളക്കി കൊടുത്താൽ മതി, തീ കൂടുതലിടണ്ട. തീ കൂടുതലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും. പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് അതൊന്ന് വറുത്ത് വരാൻ വേണ്ടി നമുക്ക് സ്ലോ തീയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ല വഴറ്റിയെടുത്താൽ മതി. ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. പാകത്തിനാകാൻ ഒരു 10 മിനിറ്റ് എടുക്കും. പാകത്തിനായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. നല്ല ഡ്രൈ ആയിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് വെള്ളമായിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി കൂട്ടി ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി നമുക്ക് ഈ അവസാനം ചേർത്താൽ മതി. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടണ്ട, ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ അവസാനം ചേർക്കുന്നത്. വെള്ളത്തിന് ആവശ്യമായിട്ട് നമ്മൾ ശർക്കര കലക്കിയത്, ചൂടുവെള്ളത്തിൽ കലക്കിയതിൻ്റെ അരിച്ചെടുത്തിരിക്കുന്ന 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് അച്ചാറിന് വെള്ളം കൂടുതൽ ആവശ്യമാണെങ്കിൽ 1 ഗ്ലാസും കൂടെ കൂടുതലെടുക്കാം. കൂടുതൽ സമയം ഇത് വേവിക്കുന്നില്ല. നന്നായിട്ട് വെളുത്തുള്ളി വെന്ത് വരണമെങ്കിൽ ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊരു 10, 20, 25 മിനിറ്റ് നേരം അത് വേവിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ കൂടുതൽ ഇഷ്ടം, വെന്തതാണോ വേകാതെ കിട്ടുന്നതാണോ അതനുസരിച്ച് വെള്ളം ചേർക്കാം. ഇപ്പം നമ്മൾ 1/4 കിലോ വെളുത്തുള്ളിയാണ്, നാടൻ വെളുത്തുള്ളിയാണ്. നാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിപ്പമില്ലാത്ത സാധാ രീതിയിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം തൊണ്ടെല്ലാം നമ്മൾ അതിൻ്റെ കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്, ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം ഒട്ടുമേ ഇല്ല. അച്ചാറിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എടുക്കുന്ന ഒരു സംഗതികളിലും വെള്ളത്തിൻ്റെ അംശം പാടില്ല. അത് പൂപ്പൽ പിടിക്കാനുള്ള സാധ്യത കൂട്ടും. അതുകൊണ്ട് നമ്മളെല്ലാം ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി കഴുകി ഉണക്കി എടുത്തിരിക്കുന്നതാണ്. അത് റെഡിയാക്കി എടുത്തപ്പോൾ നമുക്ക് 200 ഗ്രാമോളം കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ തിളച്ച് വരുന്ന ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ടാൽ മതി, അച്ചാറിന് തീ കുറച്ച് മതി. നമുക്ക് വെളുത്തുള്ളി ഒന്ന് വേകുകയും ചെയ്യേണ്ടതുകൊണ്ട് കുറഞ്ഞ തീ മതി. കൂടുതൽ തീ ഇട്ട് കഴിഞ്ഞാൽ അത് അടി പിടിച്ച് കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് നേരം നമുക്ക് ഈ ചെറിയ തീയിൽ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. കൂടുതൽ വെന്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്, ഒത്തിരി വെന്ത് പോകണ്ട. കാരണം ഒത്തിരി ദിവസം നമ്മുടെ ഈ അച്ചാർ വെക്കണമെങ്കിൽ ഒത്തിരി വെന്ത് പോകണ്ട, ഒരു 1/4 പരുവത്തിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ എത്ര ദിവസം കൂടുതലിരിക്കുന്നോ അത്ര ദിവസം അത് ആ മസാലയിൽ കിടന്ന് നന്നായിട്ട് റെഡി ആയിക്കോളും. അപ്പോൾ നമ്മൾ ഒത്തിരി വേവിച്ചെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ നമ്മൾ നല്ല തിക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു 15-20 മിനിറ്റ് നേരമേ നമ്മളിത് വേവിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു പകുതിയിലധികം വെന്ത് വരും. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഏതാണ്ട് പാകത്തിലേക്ക് എത്തുന്നുണ്ട്. ഇത്രയൊരു പരുവാകുമ്പോൾ നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. നല്ല രുചിക്ക് വേണ്ടിയിട്ട് ഇത്രയും വിനീഗർ എടുത്താൽ മതി, കൂടുതൽ ഒഴിക്കണ്ട. നമ്മുടെ വെളുത്തുള്ളി അച്ചാർ പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവിയൊക്കെ കുറഞ്ഞ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. നല്ല കളറുണ്ട്, നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ നല്ല സ്പൈസിയാണ്, ചെറിയ സ്വീറ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്.
അപ്പം നമ്മൾ ഈ അച്ചാർ എടുക്കുമ്പോൾ എല്ലാം ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലാണ് എടുക്കേണ്ടത്. അപ്പം നമുക്കിനി അച്ചാർ നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടി നല്ല ഒരു ചില്ല് ഭരണി കഴുകി എടുത്തിട്ടുണ്ട്. അത് വെയിലത്ത് വെച്ച് നമ്മൾ നന്നായിട്ട് ഉണങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ പൂപ്പലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അച്ചാർ ഇടുമ്പോൾ ചില്ല് ഭരണിക്കകത്ത് ഇടുന്നത്. അത് വെയിൽ കൊള്ളിച്ച് നന്നായിട്ട് ഉണങ്ങി എടുത്തിരിക്കുന്നതാണ്. ഉണ്ടോ, വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലേ. നമ്മളിത് പെട്ടെന്ന് തന്നെ, ഞങ്ങൾ വീട്ടിൽ അച്ചാർ അധികം ദിവസം ഒന്നും വെച്ചുകൊണ്ടിരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ എടുക്കും. അതുകൊണ്ട് നമ്മൾ ഇത് വേഗത്തിലെടുക്കാനുള്ള രീതിയിലാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ അച്ചാർ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിച്ച് ഡ്രൈ ആയിട്ടുള്ള ചില്ല് ഭരണിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള രുചികരമായിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനിയും നമ്മൾ ഈ മാസം മുഴുവനും നല്ല വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. മീറ്റ്, അതുപോലെ തന്നെ ഫിഷ് ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം വരുന്നുണ്ട്. കൂട്ടത്തിൽ ഈ വെജിറ്റേറിയൻ ഡിഷുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോകളൊക്കെ കിട്ടാൻ വേണ്ടി ആ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കണം. വീണ്ടും നമ്മുടെ ഈ നല്ല വീഡിയോകൾ കാണാൻ നിങ്ങൾ കാത്തിരിക്കണം. നല്ല വീഡിയോകളായിട്ട് നമുക്ക് മുമ്പിൽ വീണ്ടും എത്താമെന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ പോകുന്നു. വീണ്ടും കാണാം. സ്നേഹത്തോടെ. ബൈ.